എല്ലാവർക്കും നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഏറ്റവും അടുപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾ MDMA പിടിയിൽ എന്നുള്ളൊരു വാർത്ത പുറത്തു വരികയാണ്. ഇത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് ഒരു വ്യക്തി. ആ വാർത്ത ഇങ്ങനെയാണ്: പകൽ ലഹരി വിരുദ്ധ പോരാളി, രാത്രിയിൽ MDMA കടത്ത്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും യൂത്ത് കോൺഗ്രസ് നേതാവും പിടിയിൽ. കാസർഗോഡ് ലഹരി കേസിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും യൂത്ത് കോൺഗ്രസ് ബൂത്ത് ഭാരവാഹിയുമായ മുഹമ്മദ് ഹുസൈൻ അറസ്റ്റിൽ. ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി ചന്ദേര പോലീസാണ് ഇയാളെയും സംഘത്തെയും പിടികൂടിയത്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഇവരെ പിടികൂടിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരനാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളാണ് എങ്കിൽ പോലും രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഇവരെ പിടികൂടി എന്നുള്ളത് ഒരു അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. എറണാകുളം വെങ്ങോല സ്വദേശികളായ PA അബ്ദുൾ സലാം, KH മുഹമ്മദ് ഹുസൈൻ, PK അബ്ബാസ് എന്നിവരും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. ഇവരെല്ലാം സജീവ കോൺഗ്രസ് പ്രവർത്തകരാണ്. 139.29 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്ന് കണ്ടെടുത്തത്. വെങ്ങോല പഞ്ചായത്തിലെ 142-ാം ബൂത്തിൻ്റെ പ്രസിഡൻ്റാണ് പിടിയിലായ മുഹമ്മദ് ഹുസൈൻ. കോൺഗ്രസിൻ്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടികൾ ഇയാൾ നേരത്തെ പങ്കെടുത്തിരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. പിടിയിലായവരിൽ ഒരാൾ അബ്ദുൾ സലാം തൻ്റെ വീട്ടിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായിരുന്ന VD സതീശൻ സന്ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും പുറത്തു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ മന്ത്രിസഭയിലുള്ള മറ്റു പലരുമായും അതോടൊപ്പം തന്നെ MLA MP-മാരുമായിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് നല്ല ബന്ധമുണ്ട്. മന്ത്രിസഭയിലെ രണ്ടാമനായി അറിയപ്പെടുന്ന മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം അബ്ദുൾ സലാം നിയമസഭയിലെത്തിയതും അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇത് വളരെ രസകരമായ ഒരു സംഭവമാണ്. ഈ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ പകല് MDMA അല്ലെങ്കിൽ ലഹരി വിരുദ്ധ റാലികളിലും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിലും മീറ്റിങ്ങിലുമൊക്കെ പങ്കെടുക്കും. രാത്രിയിൽ കള്ളക്കടത്താണ് പരിപാടി. അത് MDMAയും കഞ്ചാവും അതുപോലുള്ള കാര്യങ്ങൾ. അതും മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തർ, അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഒപ്പം സഞ്ചരിക്കുന്നവർ. അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ. ഇത് അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി VD സതീശനെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളെയും ഈ മന്ത്രിസഭയും നാണം കെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, പ്രതിപക്ഷം വാ തുറന്നൊരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന് ഒന്നും പറയാനായിട്ടില്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തനിക്കെതിരെ ഈ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഉന്നത അധികാരത്തിലിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി, മറ്റു പലരും അറസ്റ്റിലായി. ഇതുമായി ബന്ധപ്പെട്ട് എത്ര വലിയ പ്രക്ഷോഭങ്ങൾ, സമരങ്ങളാണ് ഈ അന്നത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് നടത്തിയത്. എന്നാൽ ഇന്ന് ഈ മുഖ്യമന്ത്രിയുടെ ഒപ്പം സഞ്ചരിക്കുന്നവരും മുഖ്യമന്ത്രിയുടെ തോളെ കൈയിട്ട് നടക്കുന്നവരും മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും ഒക്കെ ഇത്രയും ഭയാനകരമായ കുറ്റകൃത്യം ചെയ്തിട്ടും ഈ പ്രതിപക്ഷം ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ നമ്മളെയെല്ലാം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇത് വാസ്തവത്തിൽ ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണോ എന്നും കൂടെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോഴുണ്ടായിരിക്കുകയാണ്. എന്തായാലും രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാനുമായി അതിശക്തമായി മുമ്പോട്ട് പോവുകയാണ്. ഇതിൽ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ പ്രവർത്തനങ്ങൾ ഇനി മുൻപോട്ട് പോകുമോ എന്നുള്ളതും ഒരു വലിയ സംശയമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെ, കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ തന്നെ ഇതിൽ
ഈ കേസിൽ പിടിക്കപ്പെടുമ്പോൾ ഇനി ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം മുമ്പോട്ട് പോകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. വാസ്തവത്തിൽ ഇതുപോലെയുള്ള ഈ ക്രിമിനൽസുകൾ, അതായത് ഇതുപോലെയുള്ള ഈ കള്ളക്കടത്ത് സംഘം, MDMA, മയക്കുമരുന്ന്, കഞ്ചാവ്, ഇതുപോലെയുള്ള ഈ കള്ളക്കടത്ത് സംഘം ഈ കോൺഗ്രസിൻ്റെ അകത്തുള്ള നേതാക്കന്മാർ, ഇവരെ വാസ്തവത്തിൽ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതാണ്. വാസ്തവത്തിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് കൂട്ടുനിൽക്കുന്ന ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ യാതൊരു യോഗ്യതയുള്ളവരുമല്ല. പിന്നെ ജനങ്ങൾ പ്രതികരിക്കുന്നില്ല, പ്രതിപക്ഷത്തിന് അനക്കമില്ല, പത്രമാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, ചില പത്രമാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവർ വീണ്ടും മന്ത്രിമാരായും ഒക്കെ തുടരുന്നു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. ശക്തമായ ഒരു പ്രതിപക്ഷം, അതായത് കേന്ദ്രത്തിലെ കോൺഗ്രസ്സാണ് പ്രതിപക്ഷം. ആ കോൺഗ്രസ് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഒരു ഗുണവും മണവും ഇല്ലാത്ത ഒരു പ്രതിപക്ഷമാണ് കേന്ദ്രത്തിലുള്ളത്. അതുപോലെ തന്നെ ഇപ്പോഴും കേരളത്തിലും ഒരു ഗുണവും മണവും ഇല്ലാത്ത ഒരു പ്രതിപക്ഷം ആയിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും കോൺഗ്രസ് നേതാക്കളും ഇത്രയും വലിയ ഒരു കള്ളക്കടത്തിൽ MDMA പോലുള്ള മാരകമായ ലഹരി ഉൽപ്പന്നങ്ങൾ, ലഹരി മരുന്നുകൾ കള്ളക്കടത്ത് നടത്തിയിട്ട് ഈ മുഖ്യമന്ത്രിയൊന്നും ഇതുമായി ബന്ധപ്പെട്ടൊരു വാക്കുകൾ പോലും പറയുന്നില്ല എന്നുള്ളത് അത്ഭുതപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ തുടർന്നു പോയാൽ എത്ര നാൾ ഈ സർക്കാർ മുമ്പോട്ട് പോകും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി ഇപ്പോൾ അവശേഷിക്കുകയാണ്.